ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളി ബ്രെഡ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പഞ്ഞി പോലുള്ള ബ്രെഡ് തയ്യാറാക്കുന്നത് നോക്കാല്ലേ. 3.5 കപ്പ് മൈദയിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും ഈസ്റ്റ് 1/4 ടീസ്പൂണും 3 മുട്ടയും അതിന്റെ കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 കപ്പോളം ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. കുഴക്കാന്ന് പറയുമ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിരിക്കും, അതുകൊണ്ട് കൈകൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിത് 30 മിനിറ്റോളം പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. പൊങ്ങി വരുന്നതിന് ശേഷം ഒരു 1/4 കപ്പ് റൈസിൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആവി കയറ്റുന്ന പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാവ് ഇതിലേക്ക് മാറ്റി കൊടുത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആവിപാത്രം ഒന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് എന്നിട്ട് 20 മിനിറ്റ് ഇതിന്റെ മുകളിൽ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് റൈസിൻസ് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും വെച്ചു കൊടുക്കാം. ഇനി 40 മിനിറ്റ് നമ്മളിത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേ നല്ല അടിപൊളി ബ്രെഡ് ആയിക്കോട്ടു കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ചിലർക്ക് ഇത് മനസ്സിലാവില്ല, അതുകൊണ്ട് വിശദമായിട്ട് തന്നെ കാണേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ബ്രെഡ് ഉണ്ടാക്കാൻ ഇനി ആവിപാത്രം തന്നെ മതിയാവും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.